നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, ശ്രേഷ്ഠമേറിയ ഈ ദിവസത്തിനായി അവിടുത്തെ നാമത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഒരു നോമ്പിന്റെ കാലഘട്ടം കൂടെ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നവൻ കൃപയ്ക്കായിട്ട് സ്തോത്രം താത. ഞങ്ങൾ തന്നെ പരിശോധിക്കുവാനും ഞങ്ങൾ ജീവിതത്തെ ക്രമീകരിക്കുവാനും ബന്ധങ്ങളെ പുതുക്കുവാനും കർത്താവേ, ഈ നോമ്പ് കാലഘട്ടം ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ചാമ്പൽ ബുധനാഴ്ച ആരാധനയ്ക്ക് നേതൃത്വം വഹിക്കുന്ന അവിടുത്തെ വിഷയത്തിനായിട്ടുള്ള കർത്താവെ, ഞങ്ങളുടെ ഡെപ്യൂട്ടി മോഡറേറ്ററും ഞങ്ങൾ തിരുമേനിയും കർത്താവ് അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ. കൊച്ചുമയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു, അവിടുന്ന് ബലപ്പെടുത്തണമേ. ഇന്ന് പങ്കെടുക്കുന്ന കായിക സംഘത്തിനായിട്ടും കമ്മിറ്റിക്കായിട്ടും എല്ലാ ജനങ്ങൾക്കായിട്ടും നന്ദി പറയുന്നു. ഏവരെയും ബലപ്പെടുത്തണമേ. ഇന്നത്തെ ആരാധന ജീവിതത്തിന് പുതിയ ഉണർവും പുതിയ ദിശാബോധവും പുതിയ അർത്ഥവും പ്രദാനം ചെയ്യുവാൻ അങ്ങിടയാക്കണമേ. ആദ്യവസാനം തിരുകൃപയാൽ നിങ്ങളെ പരിപാലിക്കണമേ. യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ നാമം സ്തുതിക്കുവാനായി ജ്ഞാനകീർത്തനങ്ങളിൽ 3-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. കീർത്തനം 3. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും സന്തോഷമുള്ള ഈ ദിവസത്തിനായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ശാമ്പൽ ബുധനാഴ്ചയുടെ ഈ പ്രഭാത ആരാധനയിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശാമ്പൽ ബുധനാഴ്ച നോമ്പ് കാലഘട്ടത്തിൻ്റെ പ്രാരംഭ ദിനമാകുന്നുവല്ലോ.
നമ്മെ തന്നെ പരിശോധിക്കുവാനും ശോധന ചെയ്യുവാനും ദൈവമുമ്പാകെ നമ്മെ സമർപ്പിക്കുവാനുമുള്ള ഏറ്റവും പ്രത്യേകതയുള്ള ദിനം. ഈ ദിവസം അപ്രകാരം വിനിയോഗിപ്പാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ഏറ്റവും സന്തോഷമുള്ളത് നമ്മുടെ ഈ വർഷത്തെ നൊയമ്പ് അതിൻ്റെ ആരംഭം കുറിക്കുവാനായിട്ട് നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കുവാനുമായിട്ടും CSI സഭയുടെ ഡെപ്യൂട്ടി മോഡറേറ്ററും നമ്മുടെ മഹാടവകയുടെ അധ്യക്ഷനുമായിട്ടുള്ള അഭിമന്യ റൈറ്റ് റവറൻഡ് VS ഫ്രാൻസിസ് തിരുമേനി നമ്മുടെ മധ്യത്തിലുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട തിരുമേനി വളരെ നമ്മെ സ്നേഹിച്ച് നമ്മെ കരുതി ഈ സമയം മാറ്റിവെച്ച് നമ്മെ ആസ്വദിക്കുവാനായിട്ട് അഭിമന്യ തിരുമേനിയും ഡാർലി ഫ്രാൻസിസ് കൊച്ചമ്മയും കടന്നു വന്നിട്ടുണ്ട്. അഭിമന്യ തിരുമേനിയും ഡാർലി ഫ്രാൻസിസ് കൊച്ചമ്മയും വളരെ സ്നേഹത്തോടെ ഊഷ്മളമായിട്ട് ഈ വിശുദ്ധ ആരാധനയെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ആരാധനയ്ക്കും വളരെ ശുശ്രൂഷിക്കും അഭിമന്യ തിരുമേനി നേതൃത്വം വഹിക്കുന്നതാണ്. നമ്മെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹമുള്ള ദിവസം. കാരണം ഡെപ്യൂട്ടി മോഡറേറ്ററിന് ശേഷം ആദ്യമായിട്ട് തിരുമേനി പള്ളിയിൽ വരുന്നത്. എന്നാൽ ഔദ്യോഗികമായിട്ട് മറ്റൊരു ദിവസം തിരുമേനിക്ക് സ്വീകരണം ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ടും തീർച്ചയായിട്ടും തിരുമേനിയും കൊച്ചമ്മയും വീണ്ടും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത് കൊണ്ടും ഇന്ന് ഇപ്രകാരം വാക്കുകളാൽ ഈ ആരാധനയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഏവർക്കും ഭക്തിയോടെ പ്രാർത്ഥനയോടെ ഈ ആരാധനയിൽ പങ്കുചേരാം. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷം എൻ്റെ കണ്ണിൻ മുമ്പിൽ നിന്ന് നീക്കിക്കളവിൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ. നന്മ ചെയ്യുവാൻ പഠിക്കുവിൻ. ന്യായം അന്വേഷിക്കുവിൻ. പീഡിപ്പിക്കുന്നവനെ നേർവഴിക്ക് ആക്കുവിൻ. വിധവയ്ക്ക് വേണ്ടി വ്യവഹരിക്കുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല സൃഷ്ടിയെ വീണ്ടെടുക്കുവാൻ സ്വന്തം പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി നൽകിയ സ്വർഗസ്ഥ പിതാവേ, നിന്റെ ദിവ്യകൃപയ്ക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ട് അടിയങ്ങൾ തിരുസവിധേ അണയുന്നു. നിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരെങ്കിലും ഞങ്ങളുടെ അന്ധതയാൽ നിന്നിൽ നിന്നും അകന്നുപോയ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കാൽവരി ക്രൂശിലെ പരമയാഗത്തിലൂടെ രക്ഷയും വീണ്ടെടുപ്പും വാഗ്ദത്തം ചെയ്ത കർത്താവേ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. താഴെ വരുന്ന ഓരോ സ്തുതിക്കും പിന്നാലെ ഞാൻ നിന്നെ സ്തുതിക്കുന്നുവെന്ന് നമുക്ക് ഏവർക്കും പ്രതിവാക്യമായിട്ട് പറയാം. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നുവെന്ന്. സർവ പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവും പരിപാലകനുമായ പിതാവാം ദൈവമേ, നിത്യമായി സ്നേഹിക്കുകയും ദീർഘമായി ക്ഷമിക്കുകയും ചെയ്യുന്ന കരുണാസമ്പന്നനായ ദൈവമേ, സർവ സൃഷ്ടിക്കും വേണ്ടി കാൽവരി ക്രൂശിൽ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന വീണ്ടെടുപ്പുകാരനായ കർത്താവേ, സർവ സൃഷ്ടിയെയും രൂപാന്തരത്തിലേക്കും പുതുക്കത്തിലേക്കും നയിക്കുന്ന നിത്യജീവന്റെ ഉറവയാകുന്ന കർത്താവേ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം നൽകുന്ന പരിശുദ്ധാത്മാവാൻ ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവമേ, നിനക്ക് സ്തുതിയും മഹത്വവും പുകഴ്ചയും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. വീണ്ടും ഓരോ സ്തുതിത്താనికి പിന്നാലെ ഞാൻ നിന്നെ സ്തുതിക്കുന്നുവെന്ന് പ്രതിവാക്യമായി പറയാം. ഞാൻ നിന്നെ സ്തുതിക്കുന്നുവെന്ന്. മാനവരാശിയെ വീണ്ടെടുക്കുവാൻ ഏകജാതനായ പുത്രനെ നൽകി ലോകത്തോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ച പിതാവാം ദൈവമേ,
ആദിയിൽ ഏതിനിൽ അറ്റുപോയ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധത്തിന്റെ കണ്ണികൾ പുനഃസ്ഥാപിക്കുവാൻ തിരു അവതാരം ചെയ്ത പുത്രനാം ദൈവമേ, കാൽവറി ക്രൂശിലെ യാഗത്തിലൂടെ ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട പാപമോചനത്തിനും നിത്യരക്ഷയ്ക്കുമായി വിശ്വാസത്തിലും പ്രത്യാശയിലും ഞങ്ങളെ നിലനിർത്തി ദൈവരാജ്യ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രചോദനം നൽകി ശക്തീകരിക്കുന്നതിനായി യേശുവിൻ്റെ ക്രൂശിലെ സ്നേഹം ഞങ്ങൾക്ക് പകു നൽകുവാൻ തിരുവചനം നൽകിയതിനായും തിരുവചന സത്യങ്ങൾ ഞങ്ങൾക്കായി പകു നൽകുന്ന ശുശ്രൂഷകൾക്കായും ദിനംതോറും ഞങ്ങളെ പുതുക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന ദൈവകൃപയ്ക്കായും ഞങ്ങളുമേൽ ചൊരിയുന്ന സകല ആത്മീയ ഭൗതിക നന്മകൾക്കായും ദൈവ സ്നേഹവും കരുതലും പകരപ്പെടുന്ന കുടുംബ ബന്ധങ്ങൾക്കായും ദൈവമതത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന പ്രകൃതി വിലാസങ്ങൾക്കായും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവമേ, നിനക്ക് സ്തുതിയും മഹത്വവും പുകഴ്ചയും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അനുതാപ പ്രാർത്ഥനയ്ക്കായി നമുക്കെല്ലാവർക്കും മുറ്റുള്ള മടക്കി ദൈവമുമ്പാകെ ആയിരിക്കാം. ശാമ്പൽ ബുധനാഴ്ച നമ്മുടെ നോമ്പ് കാലഘട്ടത്തിൻ്റെ ആരംഭ ദിനം. ഇന്നു മുതൽ അടുത്ത 40 ദിവസക്കാലം നാം വ്യക്തികളായും കുടുംബങ്ങളായും സഭയായും നോമ്പിൻ്റെ അനുഭവത്തിൽ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഈ പ്രത്യേക കാലഘട്ടം നമ്മെ സംബന്ധിച്ച് നമ്മുടെ വ്യക്തി ജീവിതത്തിനും കുടുംബ ജീവിതത്തിനും സഭാ ജീവിതത്തിനും ആവശ്യമായിട്ടുള്ള മാറ്റവും പരിവർത്തനവും വരുത്തേണ്ടുന്ന സമയങ്ങളാണെന്നുള്ള പൂർണ്ണബോധ്യത്തോടുകൂടെ നമ്മെ തന്നെ ദൈവമുമ്പാകെ ഏൽപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ നാളുകളിൽ ദൈവവചന വായനയും ധ്യാനവും പ്രാർത്ഥനയും ഏറ്റവും അനിവാര്യമാകുന്നുവല്ലോ. അതിലൂടെ നമുക്ക് തന്നെ നമ്മുടെ കുറവുകളെ പറ്റിയും പാവങ്ങളെ പറ്റിയും ബോധ്യം വരികയും എളിമയോടെ പശ്ചാത്താപത്തോടെ അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനും ക്രിസ്തുവിൽ പുതിയ വ്യക്തികളായി മാറുവാനും കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമ്മെ കാണുന്ന, നമ്മെ അറിയുന്ന, നമ്മെ മനസ്സിലാക്കുന്ന ദൈവമുമ്പാകെ ഏതാനും നിമിഷങ്ങൾ ശോധന ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. താഴെ വരുന്ന ഓരോ അനുതാപ പ്രാർത്ഥനയ്ക്ക് പിന്നാലെ പരമാർത്ഥ ഹൃദയത്തോടെ മനഃപൂർവ്വമായി കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് അതിവിനയത്തോടെ എളിമയോടെ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. ഓരോ അപേക്ഷയും പിന്നാലെ കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രത്യുത്തരമായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സ്വരൂപത്തെയും സാദൃശ്യത്തെയും വികലമാക്കിയ ഞങ്ങളുടെ ജീവിത ശൈലിയെ ദൈവജനമെന്ന നിലയ്ക്കുള്ള ഞങ്ങളുടെ അതിശ്രേഷ്ഠകമായ വെളിയും തിരഞ്ഞെടുപ്പും മറന്ന് ജീവിച്ചു പോയ കുറവുകളെ ദൈവകൽപ്പനകൾ മനസ്സിലാക്കിയിട്ടും ജീവിത വിശുദ്ധി കാസൂക്ഷിക്കുവാൻ കഴിയാതെ
ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ട് സ്വാർത്ഥരായി ജീവിച്ചു പോയ ഞങ്ങളുടെ വീഴ്ചകളെ ദൈവദത്തമായ താലന്തുകളും സാധ്യതകളും അവസരങ്ങളും ദൈവനാമകത്വത്തിനു വേണ്ടി ഫലപ്രദമായി വിനിയോഗിക്കുവാൻ കഴിയാതിരുന്ന ഞങ്ങളുടെ അലംഭാവത്തെ സഹജീവികളെ സ്നേഹിക്കുന്നതിലും അവരുടെ കണ്ണുനീർ തുടയ്ക്കുന്നതിലും ഞങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിനും വന്നുപോയ പോരായ്മകളെ പരിസ്ഥിതിയെ സംരക്ഷിക്കാതിരുന്നതും പ്രകൃതിയെ നിർദാക്ഷിണ്യം ചൂഷണം ചെയ്യുന്നതുമായ കുറവുകളെയും സമശിഷ്ടങ്ങളെ പീഡിപ്പിക്കുകയും വയോജനങ്ങളെ സംരക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ കുറ്റങ്ങളെ മാധ്യമ സ്വാധീനത്തിൽപ്പെട്ട് ദൂർത്തിലും ആഡംബരത്തിലും ജീവിക്കുന്ന ഞങ്ങളുടെ വീഴ്ചകളെ മദ്യത്തിനും ലഹരിക്കും അടിമകളായി ജീവിച്ച് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായ ഞങ്ങളുടെ ശരീരത്തെ അനുദിനം തകർക്കുന്ന ഞങ്ങളുടെ തെറ്റായ ജീവിതശൈലിയെ നിന്റെ അവതാരത്തിൻ്റെയും ക്രൂശുമരണത്തിൻ്റെയും വില മനസ്സിലാക്കാതെ അഗണ്യമായി ജീവിച്ച ഞങ്ങളുടെ കുറ്റങ്ങളെ കർത്താവ് തൻ്റെ ദിവ്യസ്നേഹത്താൽ നമ്മോട് കൃപ ചെയ്ത് സകല പാപങ്ങളും ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. പാഠഭാഗങ്ങൾ വായിക്കാം. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ചു സ്വന്തം ദേശത്തിലേക്ക് വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജനതയ്ക്കും നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആകും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജലത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് നിങ്ങൾ പാർക്കും. നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. ഞാൻ നിങ്ങളുടെ സകല മലിനകളും നീക്കി നിങ്ങളെ രക്ഷിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം പിടിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇനിമേൽ ജാതികളുടെ ഇടയിൽ ക്ഷാമത്തിൽ നിന്ന് അനുഭവിക്കാതിരിക്കുന്നതിനു ഞാൻ വൃക്ഷങ്ങളുടെ ഫലവും ജലത്തിൻ്റെ വിളവും വർദ്ധിപ്പിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗങ്ങളെയും നന്നല്ലാത്ത പ്രവൃത്തികളെയും ഓർത്തു നിങ്ങളുടെ അകത്യങ്ങൾ നിമിത്തവും ക്ലേശങ്ങൾ നിമിത്തവും നിങ്ങളോട് തന്നെ വെറുപ്പും. നിങ്ങളുടെ നിമിത്തമല്ല ഞാൻ ഇത് ചെയ്യുന്നതോ എന്ന് നിങ്ങൾക്ക് ബോധ്യമായിരിക്കട്ടെ എന്ന് യഹോവയായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ നടപ്പ് നിമിത്തം ലജ്ജിച്ചു നാണിപ്പിൻ. യഹോവയായ കർത്താവ് പ്രകാരം അരുളിച്ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ അകത്യങ്ങളൊക്കെ നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കുന്ന നാളിൽ നിങ്ങളുടെ പട്ടണങ്ങളിൽ നിന്നു ഞാൻ ആളെ പാർപ്പിക്കും. ശൂന്യ സ്ഥലങ്ങളെയും പണിയും വഴി പോകുന്ന ഏവരുടെയും കാഴ്ചയ്ക്കു ശൂന്യമായി കിടക്കുന്ന പ്രദേശത്ത് കൃഷി നടക്കും. ശൂന്യമായി കിടന്നിരുന്ന ദേശം ഏതെങ്കിലും പോലെ ആയിത്തീർന്നുള്ളല്ലോ. പാഴും ശൂന്യവുമായി ഇടിഞ്ഞു കിടക്കുന്ന
കിടന്നിരുന്ന പട്ടണങ്ങൾ ഉറപ്പും നിവാസികളും ഉള്ളവ ആയിത്തീർന്നുവല്ലോ എന്ന് അവർ പറയും. ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങളെ യഹോവയായ ഞാൻ പണിതു, ശൂന്യപ്രദേശത്തെ നടുനിലവച്ചുണ്ടാക്കി എന്ന് നിങ്ങൾക്ക് ചുറ്റും ശേഷിച്ചിരിക്കുന്ന ജാതികൾ അന്നറിയും. യഹോവയായ ഞാൻ അരുളിച്ചെയ്യുന്നു, ഞാൻ പ്രവർത്തിക്കുകയും ചെയ്യും. ഉണ്ടാകട്ടെ. സങ്കീർത്തനം വിനോമാരാധനയ്ക്കായി നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 51 സങ്കീർത്തനം നമുക്ക് പ്രതിവാക്യമായി വായിക്കാം. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബോധപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായിച്ച് കളയണമേ. എന്നെ കഴി എൻ്റെ അത്യം പോക്കണമേ, എൻ്റെ പാവം നീക്ക് എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. എന്നോട് തന്നെ ഞാൻ പാവം ചെയ്തു, നിനക്ക് അനിഷ്ടമാണ് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീതിമാനായി, വിധിക്കുമ്പോൾ നമ്മളായും ഇരിക്കേണ്ടതിന് തന്നെ. ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാവത്തിലെ സത്യമില്ലാതെ ഇച്ഛിക്കുന്നത് അന്തർഗത്തിനെ ഞാൻ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവാനെന്നെ കേൾക്കുമാറാക്കണമേ. നീ ഓടിച്ച ഉല്ലസിക്കട്ടെ. എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. എൻ്റെ ആർത്തികളൊക്കെയും വായിച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ സ്ഥിരമാരാത്മനിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സുള്ള ആത്മാവിനെ താങ്ങണമേ. ഞാൻ അതിർക്കുമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. ഭാവികൾ നിങ്കിലേക്ക് മനം തിരിയും. എൻ്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതനെ വിടുവിക്കണമേ. എന്നാൽ എൻ്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എൻ്റെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് സാധവുമില്ല. ദൈവത്തിൻ്റെ ഹനന്യാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ. ഇസ്രായേലിന്റെ മതിലുകളെ പണിയണമേ. ചേർന്ന് വായിക്കാം. അപ്പോൾ നിന്റെ യാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിന്റെ യാഗപീഠത്തിന്മേൽ കാളുകളെ അർപ്പിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിൽ ഇപ്പോൾ നീക്കൽപ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ലേഖന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 33 മുതൽ 12-ാം അധ്യായം 2 വരെ. റോമർ 11-ന്റെ 33 മുതൽ 12-ാം അധ്യായം 2 വരെ. ദൈവത്തിൻ്റെ തന്നെ ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞവർ ആർ, അവന് മന്ത്രിയായിരുന്നവർ ആർ, അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവർ ആർ, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ, അവനെ എന്നേക്കും ആകത്തും. ആമേൻ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സറിവ് ഓർപ്പിച്ചു നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി
സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഇവിടെ 2-ാം പാഠം വായിച്ചു കഴിഞ്ഞു. വിശുദ്ധ സുവിശേഷം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 6-ാം വാക്യം തുടങ്ങി 18-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവങ്ങളെ കേൾപ്പീൻ. വിശുദ്ധ സുവിശേഷം, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 6-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെ. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിൻ്റെ രാജ്യം വരയണമേ. നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. നീയോ ഉപവസിക്കുമ്പോൾ നിൻ്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഇവിടെ വിശുദ്ധ സുവിശേഷ വേദഭാഗം അവസാനം. അങ്ങേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. തൊണ്ണൂറ്റിമൂന്നാമത്തെ കീർത്തനം ചേർന്ന് പാടാം. കീർത്തനം 93. അതിനുശേഷം അഭിനന്ദിയ റവറൻഡ് വി. ഫ്രാൻസിസ് തിരുമേനി നമുക്ക് ആവശ്യമായിട്ടുള്ള ദൈവത്തിൻ്റെ വചനം പങ്കിടുന്നതാണ്. അതിനായി വളരെ സ്നേഹത്തോടും വിനയത്തോടും കൂടെ തിരുമേനിയെ ക്ഷണിക്കുകയും ചെയ്യും.
പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, അവിടുത്തെ വലിയ കൃപയാൽ 2026 ആണ്ടിലെ നോമ്പ് കാലഘട്ടങ്ങളിലെ പ്രാരംഭ ദിവസം ഈ ചാമ്പൽ ബുധനാഴ്ച അങ്ങയുടെ ആലയത്തിൽ വന്ന് അങ്ങയെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ അങ്ങോടുന്ന് ഭാഗ്യം തന്ന കൃപയ്ക്കായി സ്തോത്രം. ആയുസ്സും ആരോഗ്യവും ഞങ്ങൾക്ക് നൽകി അങ്ങയുടെ ആലയത്തിലേക്ക് കൂട്ടിവരുത്തിയ മഹാസ്നേഹത്തിനായി സ്തോത്രം. ഈ നോമ്പ് ആരംഭ ദിനത്തിൽ അങ്ങയുടെ മഹത്വമേറിയ വചനങ്ങളെ ധ്യാനിപ്പാൻ ഞങ്ങൾ ഒരുങ്ങുന്നു. വചനം പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്ന അവിടുത്തെ മക്കളെ ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അടിയും പറയുന്നതിനപ്പുറം അതിൻ്റെ ആഴങ്ങളെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായിക്കണം. മഹത്വം മാത്തെടുക്കണമേ. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കുക. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ വളരെ സന്തോഷമുണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ ആരാധനയിൽ, നോമ്പ് ആരാധനയിൽ, ചാമ്പൽ ബുധനാഴ്ച ആരാധനയിൽ ഇവിടെ വന്ന് പങ്കെടുക്കുന്നതിൽ. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇടവക ചാർജുള്ള ഇടവക ഒഴിവാക്കിയാൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയിലും പ്രത്യേകിച്ച് നോമ്പിൻ്റെ ആരാധനകളിലും ഒക്കെയും പങ്കെടുത്തുന്ന ഈ പള്ളിയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരാനും ആരാധന കൂടാനൊക്കെയും വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോഴും ഈ സഭയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാവിധമായ സഹകരണങ്ങളും പ്രത്യേക സ്നേഹാദരങ്ങൾക്കും പ്രത്യേകിച്ച് നന്ദി പറയട്ടെ. ഞങ്ങൾ കുടുംബമായി നന്ദി പറയട്ടെ. നോമ്പ് ആരംഭമാകുന്നല്ലോ. ഇന്ന് ചാമ്പൽ ബുധനാഴ്ച. നോമ്പിനെക്കുറിച്ചും ഇതുപോലുള്ള ആചരണങ്ങളെക്കുറിച്ചൊക്കെയും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ പണ്ട് മാത്രമല്ല ഇപ്പോഴും ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. സൂക്ഷ്മമായി നോക്കിയാൽ വളരെ സ്ട്രിക്റ്റായിട്ട്, വളരെ കർക്കശമായി നോമ്പ് ആചരിക്കുന്ന സഭകൾ ഉണ്ട്. ഇതൊന്നും ആവശ്യമില്ല എന്ന് പറയുന്ന സഭകളുണ്ട്. ഇതിന് രണ്ടിലും ഇടയ്ക്ക് നിൽക്കുന്ന സഭകളുമുണ്ട്. ആ കൂട്ടത്തിലാണ് നമ്മുടെ സഭ പെടുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വളരെ സ്ട്രിക്റ്റായിട്ട് ഇത് ആചരിക്കണമെന്നുള്ളവരുണ്ട്. അങ്ങനെ ഒന്നും ആചരിച്ചിട്ടാലും കുഴപ്പമില്ല എന്ന രീതിയിലും ഉണ്ട്. അതാണ് നമ്മുടെ രീതി എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ മൊത്തം നോക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഈ ഇപ്രകാരമുള്ള പ്രത്യേക ആരാധനകളൊക്കെയും പ്രാധാന്യം? യഥാർത്ഥത്തിൽ നോമ്പെന്ന് പറഞ്ഞാൽ എന്താണ്? നോമ്പാചരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം അതിന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറയുന്നുണ്ടോ എന്നൊക്കെയും നോക്കുന്നത് പഴയ നിയമത്തിലുണ്ടോ പുതിയ നിയമത്തിലുണ്ടോ എന്നൊക്കെയും നോക്കാനും പഠിക്കാനും വായിക്കാനും ഒക്കെയുള്ള ധ്യാനിക്കാനുള്ളൊരു അവസരമാണിത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിന് ഇന്നത്തെ ധ്യാനത്തിന് സഹായമായി ഇന്ന് നമ്മൾ 2ാം പാഠമായിട്ട് വായിച്ച റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 11-ാം അധ്യായം അവസാന ഖണ്ഡികയായിരുന്നു നമ്മൾ വായിച്ചത്. 33 മുതൽ 12-ാം അധ്യായം 2-ാം വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കാം. റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അതിൻ്റെ ആദ്യത്തെ ഭാഗം ഈ ലോകത്തിന് അനുരൂപമാകാതെ. ഈ ലോകത്തിന് അനുരൂപമാകാതെ ജീവിക്കുക എന്നുള്ളതാണ് ഏതൊരു ദൈവപൈതലിനെയും സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അത് ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ജീവിതവുമായി അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ടാകുന്നുവല്ലോ നമ്മുടെ ആരാധനകളെല്ലാം രൂപപ്പെട്ടിരിക്കുന്നതിന്. അതിൻ്റെ അതിൻ്റെ ചുവട് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ കുറേ കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ ആരാധിച്ച യഹോവയാകുന്ന ദൈവത്തെ തന്നെയാണ് ഇന്ന് യേശുക്രിസ്തുവിലൂടെ നമ്മളും ആരാധിക്കുന്നത്. ആധുനിക കാലത്തെ ക്രിസ്ത്യാനികളും നാം ഓരോരുത്തരും ആരാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് പഴയ നിയമവും പുതിയ നിയമവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. യഹോവയാകുന്ന ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് ഇത് നമുക്ക് വേർപെടുത്തി ചിന്തിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ഇതിനെല്ലാം അടിസ്ഥാനപരമായ അതിൻ്റെ ഒരു ഏകത എന്ന് പറയുന്നതല്ല, പൊതുവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വിശുദ്ധനായ ദൈവം തന്നെ. അതുകൊണ്ട് വിശുദ്ധനായ ദൈവം, വിശുദ്ധ മന്ദിരം, നമ്മൾ വിശുദ്ധർ എന്നുള്ള ആ ഒരു
ചിന്ത നമുക്കവിടെ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അതെപ്പോഴും ദൈവം ശ്രദ്ധിക്കുന്നതൊക്കെ കാണുവാൻ സാധിക്കും. നമ്മൾ യെശയ്യാ പ്രവചനം വായിക്കുമ്പോൾ അവിടെ വളരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഇന്ന് നമ്മൾ പ്രാരംഭ വാക്യങ്ങളായിട്ട് വായിച്ചു കേട്ട ആ വേദഭാഗങ്ങളിലും പറയുന്നുണ്ട്. യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിലാണ് വളരെ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെയും അവിടെ കാണാൻ സാധിക്കും. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതിരുക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിച്ചിരിക്കുന്നു എന്ന് പറയും. പ്രവാചകങ്ങളിലൂടെ യഹോവയാകുന്ന ദൈവം ഇസ്രായേൽ മക്കളെക്കുറിച്ച് അരുളി ചെയ്യുന്ന വചനങ്ങളാകുന്നു, അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് അവരുടെ തിരിച്ചുവരവിന് വേണ്ടി പറയുന്ന വചനങ്ങളാകുന്നു അത്. എന്തെല്ലാമാണ് അവർക്ക് സംഭവിച്ചു പോയത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് 16-ാം വാക്യം തൊട്ട് ഇങ്ങനെ പറയും, നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ. അല്പം മുമ്പ് നമ്മളത് പ്രാരംഭ വാക്യങ്ങളായിട്ട് നമ്മൾ വായിച്ചതാണ്. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിൽ നിന്നും നീക്കിക്കളവീൻ, തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ, നന്മ ചെയ്യുവാൻ പഠിപ്പിൻ, ന്യായം അന്വേഷിപ്പീൻ, പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവിൻ, അനാഥന് ന്യായം പാലിച്ചു കൊടുപ്പീൻ, ന്യായം നടത്തി കൊടുപ്പീൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ, വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്തു. നിങ്ങൾ പാപങ്ങൾ കടിച്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞു പോലെ ആയിത്തീരും. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. വളരെ വളരെ നമുക്കൊക്കെ വളരെ സുപരിചിതമായ, പലപ്പോഴും നമുക്ക് കാണാതെ അറിയാവുന്ന വേദവചനങ്ങളാകുന്നു അത് എന്താണ് ഇന്ന് അത് നമ്മോട് ആവശ്യപ്പെടുന്നത് എന്ന് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ റോമർ ലേഖനത്തിൽ അദ്ദേഹം പറയുകയാണ്, വേറെ ഒന്നുമല്ല, ഈ ലോകത്തിന് അനുരൂപമാകരുത് എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ നോമ്പിൻ്റെയൊക്കെയും അല്ലെങ്കിൽ പ്രത്യേകമായുള്ള പ്രാർത്ഥനയുടെയും കുടിവരവിൻ്റെയും ആവശ്യം എന്ന് പറയുന്നത്? ഈ ലോകത്തിന് അനുരൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ അനുരൂപപ്പെടൽ ദൈവഹിതത്തിന് എതിരാണ് എന്നുള്ളത് തന്നെ. ഈ ലോകത്തിന് നമ്മൾ അനുരൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ അനുരൂപപ്പെടൽ ദൈവഹിതത്തിന്, ദൈവ ഇഷ്ടത്തിന് എതിരാണ്. അങ്ങനെയെങ്കിൽ ആ അനുരൂപപ്പെടൽ ഏതാണെന്ന് നോക്കി അവയെ ഉപേക്ഷിക്കുക, അവയെ വിട്ടുകളയുക എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ പുതുക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതോടെ പറഞ്ഞിട്ടുണ്ട്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. സാധാരണ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് ആധുനിക ലോകമാണ്. ആധുനിക ലോകത്തിൽ അതിങ്ങനെയൊക്കെയാണെന്ന് പറയും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിനെല്ലാം, നമ്മുടെ ആരാധനയ്ക്കെല്ലാം, നമ്മുടെ എല്ലാത്തിനും എല്ലാം ഈ ലോകത്തിന് യോജിച്ച രീതിയിൽ, അല്ലെങ്കിൽ പുതുതലമുറയ്ക്ക് യോജിച്ച രീതിയിൽ പോകണം എന്നൊക്കെയും പറയുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ പലപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ആധുനിക ലോകം എന്നുള്ള ലോകം, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി എന്ന് പറയുന്നത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആധുനിക ലോകത്തിന് അനുസരിച്ച് ആരാധന വ്യത്യാസപ്പെടുത്തുക എന്നുള്ളതല്ല. ആധുനിക ലോകത്തിനനുസരിച്ച് വചനത്തിൽ വ്യത്യാസം വരുത്തുക എന്നുള്ളതല്ല. ആധുനിക ലോകം എന്ന് പറഞ്ഞാൽ ലോകം തന്നെയാണ്. ആ ലോകത്തിൽ ഇത് വ്യത്യസ്തമാണ്. ദൈവവചനം എങ്ങനെ, ദൈവവചനം അനുസരിച്ച് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് പുത്തൻ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം എന്നുള്ളത്. ഇല്ലെങ്കിൽ ഈ ലോകത്തിന് അനുരൂപപ്പെട്ടു പോകും എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിന് നമ്മൾ അനുരൂപപ്പെടുമ്പോൾ അത് നമ്മെ അശുദ്ധിയിലേക്ക് കൊണ്ടുപോകും. യെശയ്യാ പ്രവചനത്തിൽ അത് വളരെ ക്ലിയറായിട്ട്, വ്യക്തമായിട്ട് ഇസ്രായേൽ ജനങ്ങളെ നോക്കി പ്രവാചകൻ സംസാരിക്കുകയാണ്, അല്ലെ യഹോവയുടെ വചനങ്ങൾ അരുളി ചെയ്യുകയാണ്. എന്താണ് അവർക്ക് വന്ന കുഴപ്പം? അവർ ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അവർ വിട്ടുപോയി. അതിൻ്റെ കാതലായ യാഥാർത്ഥ്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ആന്തരിക അർത്ഥത്തിലേക്ക് അതിന്ന് അവർ മാറിപ്പോയി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം കൂടെ നമ്മളതിന് ചേർത്ത് ചിന്തിക്കേണ്ടതാണ്. അവർ പള്ളിയിൽ പോകുന്നില്ല എന്നതിനർത്ഥമില്ല. പള്ളിയിൽ പോകുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ദശാംശം അർപ്പിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിട്ടും പറയുകയാണ് എന്ത് ചെയ്യുന്നുണ്ട്? അതെല്ലാം ചെയ്യുമ്പോൾ തന്നെ അവരെന്ത് ചെയ്തു പോയി? അകന്നുപോയി എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കുന്ന ആ രീതിയിലല്ല, അതിനേക്കാളും സാധാരണ പറയുന്നത് ഒരു ലെവലും കൂടെ അധികമാണ് അതിൻ്റെ ചിന്തകളതിൻ്റെ ആഴങ്ങൾ എന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കുമ്പോൾ, ഇവിടെ നമ്മൾ ദേവാലയത്തിൽ വിശുദ്ധ ദിവസങ്ങളിൽ ആരാധനയ്ക്ക് വരുമ്പോൾ, നമ്മൾ ദൈനംദിന പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ എല്ലാം അവിടെയും ദൈവം ആവശ്യപ്പെടുന്നത് നിങ്ങൾ എത്രമാത്രം എന്നോട് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഈ ലോകത്തോട് അനുരൂപപ്പെട്ടു പോകുന്നുണ്ട് എന്നാണ്.
അവിടെയാണ് ഈ നോമ്പ് ആചരണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പല വേദഭാഗങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നുണ്ട്. നമ്മൾ സാധാരണ ജീവിതം നയിച്ചാൽ അതിനൊരു പ്രത്യേകതയില്ല. സാധാരണ ഒരു ഞായറാഴ്ച വരുന്നു, ആരാധന കഴിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു സാധാരണ റൊട്ടീനാണ്. ആ റൊട്ടീനല്ല ഇത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു സമീപനത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. മനഃപൂർവ്വമായിട്ടുള്ള ഒരു സമീപനം. ഉപവാസം എന്നുള്ളതിനെക്കുറിച്ച് പല വേദഭാഗങ്ങളിലും പഴയ നിയമത്തിലും പ്രത്യേകിച്ച് പുതിയ നിയമത്തിലും അത് കാണാനായിട്ട് സാധിക്കും. ഇന്ന് സുവിശേഷ വേദഭാഗം പറഞ്ഞപ്പോൾ യേശു പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഉപവസിക്കുമ്പോൾ എന്ത് ചെയ്യരുത്? നിങ്ങളുടെ മുഖം വാടിയിരിക്കരുത്. അത് ചില ആൾക്കാർ അങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പറയുന്നുണ്ട്. ഉപവസിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം അതിൻ്റെ രീതികളെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉപവാസം എന്ന് പറയുന്നത്, നോമ്പ് ആചരണം എന്ന് പറയുന്നത് സാധാരണ ജീവിതത്തിൽ നിന്ന് വ്യത്യാസമാണ്. സാധാരണ ജീവിതത്തിന് അല്പ വ്യത്യാസമാണ്. സാധാരണ റൊട്ടീനിൽ നിന്ന് വ്യത്യാസപ്പെട്ടാണ്. അവിടെയാണ് ഭക്ഷണങ്ങളൊക്കെ ബഹിഷ്കരിക്കുന്നതിൻ്റെയും പ്രത്യേകമായി പ്രാർത്ഥനകൾ ക്രമീകരിക്കുന്നതിൻ്റെയും പ്രാധാന്യം. നമ്മളൊരു പക്ഷേ പറയുമായിരിക്കും, നോമ്പാണേലും പള്ളിയിൽ പോയി അങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ കാര്യമൊന്നുമില്ല, നമ്മളെല്ലാം സാധാരണ പള്ളിയിൽ പോകാം, പ്രത്യേകിച്ച് പറയത്തക്ക തെറ്റുകുറ്റങ്ങൾ നമ്മൾ ചെയ്യുന്നുമില്ല, ഓക്കെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ അവിടെ അതൊരു സാധാരണ പോക്കാണ്. ഇവിടെ സാധാരണ പോക്കിനെ കുറിച്ചല്ല ഇവിടെ നോമ്പിനെക്കുറിച്ചോ ഉപവാസത്തെക്കുറിച്ച് പറയുന്നത്. സാധാരണ വ്യത്യസ്തമാണ്. സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ഉപേക്ഷിക്കും, അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കും. വേറെ ഒന്നിനും വേണ്ടിയല്ല. ആ വേണ്ടെന്ന് വെക്കൽ, ഉപേക്ഷിക്കൽ, അത് നമ്മുടെ ദൈവത്തോടുള്ള സമീപനത്തിൻ്റെ, അതിനെ നമ്മൾ എത്രത്തോളം നമ്മൾ ആ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതിൻ്റെ പുറമേയുള്ള അടയാളമാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇവിടെ എത്ര പേര് അങ്ങനെ നോമ്പ് ഭക്ഷണങ്ങളൊക്കെയും ക്രമീകരിച്ച് നോമ്പ് ആചരിക്കുന്നുണ്ട് എന്നെനിക്കറിയത്തില്ലെങ്കിലും പലരും അത് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം തർക്കമില്ല. മാംസ ആഹാരങ്ങൾ ഉപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് സ്ഥിരമായിട്ട് നമ്മൾ കഴിക്കുന്നതായ വളരെ പോഷക സമൃദ്ധമായ അനേക ഭക്ഷണങ്ങൾ അതിന് ലിമിറ്റ് വരുത്തുന്നു. അതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മൾ എന്തിനെയോ ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ളതാണ്. ആ ലക്ഷ്യം എന്നുള്ളത് വേറെ ഒന്നുമല്ല ആയിരിക്കരുത്, അത് ദൈവത്തോടുള്ള നമ്മുടെ സമീപനമാണ്. ദൈവത്തോടുള്ള നമ്മുടെ ആ സമീപനമാണ് അതിന് ലക്ഷ്യമെങ്കിൽ അതിന് വേണ്ടി നമ്മൾ പ്രത്യേകമായി സമയം വേർതിരിക്കാം. സാധാരണ നമ്മൾ ഒരു അരമണിക്കൂർ പ്രാർത്ഥിക്കുമെങ്കിൽ, നമ്മൾ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുമെങ്കിൽ അത് 1 മണിക്കൂർ പ്രാർത്ഥിക്കും. സാധാരണ നമ്മൾ ഒരു ഖണ്ഡിക വേദപുസ്തകം വായിക്കുന്നുവെങ്കിൽ അതിലധികമായി വേദപുസ്തകം വായിക്കും. അത് സാധാരണ കവിഞ്ഞുള്ള കാര്യമാണ്. സാധാരണ നമ്മൾ ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്നുവെങ്കിൽ നോമ്പിൽ പ്രത്യേകമായുള്ള അതിന് സഭ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ചിട്ടയാണ് ഈ നോമ്പ് പ്രാർത്ഥനകളൊക്കെ എന്ന് പറയുന്നത്. അത് നമ്മൾ വരിക, പങ്കെടുക്കുക. സാധാരണ വ്യത്യാസമാണത്, മറ്റ് ആരാധന വ്യത്യാസമാണ്. അത് ഏതിലാണോ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, അതിനോട് എന്തുമാത്രം നമ്മൾ മാനസികമായി ശാരീരികമായി അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ കൂടുതൽ സമയം എടുക്കുക എന്നുള്ളത്. നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ട് ഉപവാസ പ്രാർത്ഥന, അല്ലേ? ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഭക്ഷണം വെടിഞ്ഞ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്. രാവിലെ വെള്ളിയാഴ്ചയാണെങ്കിൽ വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. എന്തിനാണ് ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞിരിക്കുന്നത്? ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിന് മാത്രമാണോ ഉപവാസം എന്ന് പറയുന്നത്? ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിന് മാത്രമല്ല, അത് സാധാരണ കവിഞ്ഞൊരു വ്യത്യാസമാണ്. ആ ഭക്ഷണത്തിനല്ല അവിടെ സ്ഥാനം, വേറെ ഒന്നിനുമല്ല. ഒരു പ്രത്യേക വിഷയത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരാളുടെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥനക്കാർ ഉപവസിച്ച് പ്രാർത്ഥിക്കും, നമുക്ക് പരിചയമാണ്. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു. എന്താണ് അതിന് കാരണം? സാധാരണ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിച്ച പോലെ അല്ല. ആ വിഷയം അത്രയും പ്രാധാന്യം അറിയിക്കുന്നു. അവിടെ അത് അർജൻറ്റായിട്ട് ലഭിക്കണം, അത് ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ് എന്ന ഉത്തമ ബോധ്യത്തോടെ എന്ത് ചെയ്യാണ് അവർ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നമ്മൾ പഴയ നിയമത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ ഇസ്രായേൽ മക്കൾ അവർ രട്ടെടുത്തു, തലയിൽ പൂഴി വാരിയിട്ടു എന്നൊക്കെ പറഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കുക. അതൊക്കെ ഉപവാസത്തിൻ്റെ മനംതിരിവിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. യോനയുടെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിനവേക്കാർ അവരുടെ പ്രവൃത്തിയിലൂടെ അവർക്ക് മാനസാന്തരം ഉണ്ടായി എന്ന് ദൈവം കണ്ടപ്പോൾ അവർക്ക് വരുത്തും എന്ന് പറഞ്ഞിരിക്കുന്ന വളരെ വലിയ അനർത്ഥത്തിൽ നിന്ന് അവരെ രക്ഷിച്ചു എന്ന് അവിടെ പറഞ്ഞിരിക്കും. അതിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നവർ നിലവിളിച്ചു, അവർ പൂഴിവാരിയിട്ടു, രട്ടെടുത്തു എന്നവിടെ പറഞ്ഞിരിക്കുന്നു. അവരുടെ പ്രവൃത്തിയിൽ അത് സാധാരണ ഇല്ലാത്തതാണ്. അവരുടെ പ്രവൃത്തി അത് തെളിവായി വന്നു. എന്നാ പ്രവൃത്തിയാണ്? ദൈവത്തിൽ നിന്ന് അകന്നുപോയതിലുള്ള വീഴ്ച ഞങ്ങൾ ക്ഷമിക്കണമെന്നുള്ള ആ വിഷയത്തിന്മേൽ അവർ മനഃപൂർവ്വമായി ദൈവസേനയിൽ തങ്ങളെ തന്നെ താഴ്ത്തുകയാണ്. ലോകത്തിന് അനുരൂപമായി പോയി, ദൈവ ഇഷ്ടത്തിന് വിരുദ്ധമായി പോയി. അതുകൊണ്ട് അവർ അത് വിട്ട്
തിരിയുന്ന ഭാഗമാണ് അവിടെ കാണുന്നത്. ഇവിടെ റോമാലേഖനത്തിൽ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട എല്ലാ വേദഭാഗങ്ങളും നമ്മൾ ആവശ്യപ്പെടുന്നത് വേറെ ഒന്നുമല്ല. നമ്മൾ ഈ ലോകത്തിന് അനുരൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയുക, തിരിച്ചറിഞ്ഞ് അതിനെന്ത് ചെയ്യുക, അത് വിടുക. ലോകത്തോടുള്ള അനുരൂപപ്പെടലിൽ നമ്മൾ എന്തുമാത്രം അനുരൂപപ്പെട്ടിട്ടുണ്ടോ അത് തിരിഞ്ഞു നോക്കി അതിൽ നിന്ന് വിട്ട് മാറി ദൈവത്തോട് അനുരൂപപ്പെടുക എന്നുള്ളതാണ്. അതിന് നമ്മളെ സഹായിക്കുന്നത് ദൈവവചന ധ്യാനമാണ്, പ്രാർത്ഥനയാണ്, ദൈവവചനത്തിൻ്റെ വായനയാണ്. അവിടെയാണ് തിരുവചനം വായിക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ഇതിനകത്ത് എഴുതപ്പെട്ടിരിക്കും. നമുക്കറിയാം 10 കൽപ്പനകൾ. നമ്മുടെ ജീവിതം ശോധന ചെയ്യേണ്ടത് നമ്മൾ സാധാരണ സ്ഥിരീകരണ സമയത്ത് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാറുള്ളതാണ്. നമ്മുടെ ജീവിതം ശോധന ചെയ്യാണ്ട് കൽപ്പനകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ്. കൽപ്പനകൾ നമുക്കറിയാം 10 കൽപ്പനകളാണ്. 10 കൽപ്പനകൾ നമ്മൾ നോക്കുന്നു, അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കി അതും വെച്ചാണ് നമ്മുടെ ജീവിതവുമായിട്ട് തട്ടിച്ചു നോക്കുക. അത് വെച്ചാണ് ജീവിതം തട്ടിച്ചു നോക്കുക. അത് ഒറ്റ വായനയിൽ ഒരുപക്ഷെ നമുക്കത് മനസ്സിലാകത്തില്ലായിരിക്കാം. കാരണം അതിൻ്റെ ചുരുക്കമാണ്. അത് വളരെ ചുരുക്കി നട്ട്ഷെല്ലായിട്ടാണ്, ക്യാപ്സുൽ പരുവത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കൽപ്പനകൾ തന്നിരിക്കുന്നത്. അതിൻ്റെ വിശദീകരണം ആ വേദഭാഗങ്ങളിൽ തന്നെ, പുറപ്പാട് പുസ്തകത്തിൽ തന്നെയുണ്ട്, ആവർത്തന പുസ്തകത്തിലുണ്ട്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ പർവ്വത പ്രസംഗത്തിലുണ്ട്, വിശുദ്ധ മത്തായി എഴുതിയ ശേഷം 5, 6, 7 അധ്യായങ്ങൾ. അപ്പോൾ അത് വായിക്കുമ്പോൾ അതെങ്ങനെയാണ്, എന്തുമാത്രം അതിൻ്റെ ആഴങ്ങൾ അർത്ഥങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് വായിക്കാതെ നമുക്കറിയത്തില്ല. നമ്മുടെ ഉള്ളിൽ അതാകണം. അത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാൻ പറ്റത്തുള്ളൂ. എസേക്കിയേൽ പ്രവചനം നമ്മൾ ഇന്ന് പാഠമായിട്ട് വായിച്ചപ്പോൾ എന്നത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ വചനത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതും, കല്ലുപോലുള്ള ഹൃദയം മാറ്റി മാംസമായ ഹൃദയം നൽകി അതിൽ ഈ കൽപ്പനകൾ എഴുതിയിട്ട് എൻ്റെ ആത്മാവിനെ തന്ന് അതിൽ പ്രകാരം നിങ്ങളെ നടക്കുമാറാക്കും എന്ന് പറഞ്ഞു. ഉള്ളിൽ എഴുതിയ കൽപ്പനകൾ അനുസരിപ്പാൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ആദ്യം ഇത് നമ്മൾ ഉള്ളിലാക്കേണ്ടതായിട്ടുണ്ട്. ഉള്ളിലാക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിപ്പാൻ നമ്മളെ ശക്തീകരിക്കാൻ നമ്മൾ ദൈവസന്നിധിയിൽ താണിരിക്കുക. അപ്പോൾ ഈ ലോകത്തോടുള്ള അനുരൂപപ്പെടൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിൽ നമുക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും. ചിന്തിക്കുക, നമ്മൾ എന്തുമാത്രം ഈ ലോകവുമായിട്ട് അനുരൂപപ്പെട്ടു പോയി എന്നുള്ളത്. അനുരൂപപ്പെടുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അത് നോക്കേണ്ടത് ഈ കൽപ്പനകളുമായി ബന്ധപ്പെട്ടാണ്. കൽപ്പനകളും അതിൻ്റെ വിശദീകരണം നോക്കി എന്തുമാത്രം നമ്മൾ അതിൽ നിന്ന് അകന്നു പോയി നോക്കുക എങ്കിൽ അത് നമ്മൾ വിടുക. എന്നിട്ട് മനസ്സ് പുതുക്കുക എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് മാറ്റി പുതിയ ഒരു ദൈവത്തോട് അടുത്ത് ചെല്ലുന്ന, പുതുക്കി രൂപാന്തരപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് വരിക. നോമ്പ് കാലഘട്ടങ്ങൾ അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് നമ്മൾ വേദോത്സവം ആ ഒരു അർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനം അത് പൂർണ്ണമായി ഗ്രഹിപ്പാനായിട്ട്, അത് നമ്മുടെ ജീവിതവുമായിട്ട് എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിപ്പാനായിട്ട് നമ്മൾ സമയമെടുക്കുക. സാധാരണ കവിഞ്ഞ് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ സമയമെടുക്കണം. സാധാരണ കഴിഞ്ഞ് വേദപുസ്തകം വായിക്കാൻ നമ്മൾ സമയമെടുക്കണം. സാധാരണ കവിഞ്ഞ് ദേവാലയത്തിൽ വന്ന് നമ്മൾ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ സമയമെടുക്കണം. അല്പം നേരത്തെ നമ്മൾ ആലയത്തിൽ വരികയും നമ്മുടെ ദൈവത്തോട് ഉള്ള സംസർഗം നമ്മൾ നടത്തുകയും ചെയ്യണം. പൊതുവായുള്ള ആരാധന ഉണ്ട്, അതിനു മുമ്പ് തന്നെ നമ്മൾ ദേവാലയത്തിൽ വരിക, ദേവാലയത്തിൽ മുട്ടുമടക്കുക. നമ്മുടെ പിതാക്കന്മാർക്കും മാതാക്കൾക്കും ഉണ്ടായിരുന്ന ഒരു പ്രത്യേക സ്വഭാവമാണത്. അവരതിൽ വളരെയധികം ബദ്ധസ്ഥരായിരുന്നു. അത് അവരെ ആരാധനയിൽ, അതിനുശേഷമുള്ള ആരാധനയിൽ പാടാനും പ്രാർത്ഥിക്കാനും വചനം ധ്യാനിപ്പാനും അവരെ കൂടുതലായിട്ട് ശക്തീകരിച്ചിരുന്നു, അല്ലെങ്കിൽ അവരെ സഹായിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ വരിക, ദൈവത്തിന് നമ്മളെ തന്നെ താഴ്ത്തുക, ദൈവത്തിൻ്റെ സാന്നിധ്യം ബോധത്തിൽ നമ്മളായിരിക്കുക, അനുഗ്രഹം പ്രാപിച്ചരായ നമ്മുടെ ഭവനങ്ങളിലേക്ക് മടങ്ങി പോവുക. ഈ നോമ്പ് കാലഘട്ടങ്ങൾ ഇന്ന് ആരംഭിക്കുന്ന ഈ നോമ്പ് കാലഘട്ടങ്ങൾ സാധാരണ നമ്മൾ 40 ദിവസം എന്ന് പറയുന്നുണ്ട്, 40, 46 നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാധാരണ 50 നോമ്പുണ്ട്. അത് കഴിഞ്ഞ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ആരംഭിച്ചു. അത് ഓരോരോ സഭകൾ അവരവരുടെ പഠിപ്പിക്കലനുസരിച്ച് ചെയ്യുന്നു. നമ്മൾ സാധാരണ 40 നോമ്പ് എന്നാണ് പറയുന്നത്. ചാമ്പൽ ബുധനാഴ്ച കൊണ്ട് ആരംഭിക്കുന്നു. 4 ഞായറാഴ്ചകളല്ലാതെ ഒഴിവായി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് 40 എന്ന് നിൽക്കുന്നത്. 40-ന് ചില കണക്കുകളൊക്കെയും പറയുന്നുണ്ട്. അതെല്ലാം നമ്മൾ പലപ്പോഴും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ എത്രമാത്രം മനസ്സിലാക്കുക, ഈ ദിവസങ്ങൾ സഭ പ്രത്യേകമായി നമ്മുടെ വചനം വായിക്കാനും ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനുള്ള അവസരമായിട്ട് വേർതിരിച്ചിരിക്കുകയാണ്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അത് നമ്മുടെ ഏറ്റവും ആത്മീയ ജീവിതത്തിന്, ദൈവവുമായുള്ള ബന്ധത്തിന് അത് കൂടുതൽ ഊർജം പകരട്ടെ, അത് കുറ്റമറ്റതാക്കി തീർക്കട്ടെ. ദൈവമായുള്ള ദൈവ സന്നിധിയിലേക്ക് നടന്നെടുക്കുന്നതിൽ നമുക്ക് തടസ്സങ്ങൾ മാറിപ്പോകാൻ നമ്മളെ പ്രാപ്തിപ്പെടുത്തട്ടെ എന്ന് നമ്മൾ പ്രാപ്തിപ്പെടുത്തുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
ഇന്ന് ഈ പ്രാർത്ഥനയിൽ വന്ന് സംബന്ധിക്കാം. നിങ്ങളെല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥനയോടെ കടന്നു പോവുക, പ്രത്യേകമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തന്നെ പോവുക. സാധ്യമായ എല്ലാ ദിവസങ്ങളും എന്ത് ചെയ്യുക, ആരാധനയ്ക്കൂടെ വരുമെന്നും വിശുദ്ധ വചനം നമ്മൾ ശ്രദ്ധയോടെ വായിക്കുമെന്നും പ്രത്യേകമായി നമ്മൾ സാധാരണ പ്രാർത്ഥന കൂടാതെ നമ്മൾ പ്രാർത്ഥിക്കുമെന്നും നമ്മുടെ വീടുകളിൽ കുടുംബ പ്രാർത്ഥന ഇല്ലെങ്കിൽ അത് തുടങ്ങുമെന്നും രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥന അത് നിർബന്ധമായിട്ട് നമ്മൾ തുടങ്ങുമെന്നുള്ള അങ്ങനെ പ്രത്യേകമായ തീരുമാനങ്ങളുടെ ദൈവവുമായുള്ള ബന്ധത്തിൽ അത് അനുരൂപപ്പെട്ടു പോകുന്നതാണ്. ലോകത്തിലെ ആൾക്കാർക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല. ലോകം മനുഷ്യർ രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കുന്നില്ല. അവർ രാവിലെ വൈകുന്നേരം കിടക്കുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, പോകുന്നു. അത് ലോകത്തിനോട് അനുരൂപപ്പെടലാണ്. വൈകുന്നേരം ദൈവസേനയിൽ മുട്ടുമടക്കി ദൈവത്തിന് നന്ദി പറയുന്നു, രാവിലെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നു, ആവശ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞ് നമ്മുടെ പ്രവൃത്തി പദത്തിലേക്ക് പോകുന്നു. അത് ദൈവ മനുഷ്യൻ്റെ സ്വഭാവമാണ്. ലോക മനുഷ്യന് വചനം വായിക്കേണ്ട കാര്യമില്ല, ദൈവ മനുഷ്യന് വചനം വായിക്കണം. വചനം വായിക്കാതിരിക്കുന്നുവെങ്കിൽ നമ്മൾ ലോക മനുഷ്യരാണ് എന്ന് കരുതുക. അതാണ് ലോകത്തോടുള്ള അനുരൂപപ്പെടൽ എന്ന് പറയുന്നത്. അത് എന്തുമാത്രം വന്നിട്ടുണ്ടെന്ന് നോക്കുക. അതിൽ നമ്മൾ വിട്ടുപോകാനുള്ള അവസരമായി അതിനുള്ള ശക്തി ആർജിക്കാനായിട്ട് ഈ അവസരങ്ങൾ ഈ വർഷത്തെ 2026 ആണ്ടിലെ നോമ്പ് ആരാധനകളും പ്രാർത്ഥനകളും നമ്മുടെ കുടിയേറുകളും ഇടയായി തീരട്ടെ. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയിലും ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയിൽ ചെയ്യുവാൻ ദൈവം നമ്മളെ ശക്തീകരിച്ച് ബലപ്പെടുത്തുമാറാകട്ടെ. മനസ്സ് പുതുക്കി നമ്മൾക്ക് രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ ദൈവം നമുക്ക് ഇടയാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും ഓർത്തും കലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്കെല്ലാവരും നിൽക്കവേ വിശ്വാസ പ്രമാണം ഒരുമിച്ച് ഏറ്റു പറയാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചതിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ പുത്രനായ കർത്താവായ യേശുമിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ബാധിക്കപ്പെട്ടു ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസ് കീഴിൽ കഷ്ടപ്പെട്ട് കുരിശിക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു. അൺപാലത്തിൽ ഇറങ്ങി 3-ാം ദിവസം വച്ച് പിന്നെ എഴുന്നേറ്റു. സമുദ്രത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവം ഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനെയും മനുഷ്യരെയും നവീകരിക്കുവാൻ വരികയും ചെയ്യും. വിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് കുട്ടികളെ നടക്കാം. ഏറ്റവും ശ്രേഷ്ഠമേറിയ ചാമ്പൽ ബുധനാഴ്ചയുടെ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നാം ശ്രദ്ധയോടെ കേട്ട ദൈവത്തിൻ്റെ വചനം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ അപേക്ഷകളുമായും പ്രാർത്ഥനകളുമായും ദൈവഭാഗെ അടുത്തു വരാം. നമ്മോട് ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ച അഭിവന്യ റവറൻഡ് V.S. ഫ്രാൻസിസ് തിരുമേനിക്കായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട മിസസ് ഡാർലി ഫ്രാൻസിസ് കൊച്ചുമ്മയ്ക്കായിട്ടും ഒരു മക്കൾ ഫ്രാങ്ക്ലിനായിട്ടും ഫെസ്മിക്കായിട്ടും ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ മഹാനവിക്ക് അഭിമാനമായി നമുക്ക് അനുഗ്രഹമായി അവർ തിരുമേനിയും കുടുംബത്തെയും കൃതോളം അനുഗ്രഹിച്ച് ഉയർത്തിയ എല്ലാ വിധങ്ങൾക്കായിട്ടും ദൈവത്തെ സ്തുതിക്കാം. കർത്താവിൻ്റെ നാമത്തിന് മഹത്വത്തിനായി യാത്ര ചെയ്യുമ്പോഴും അധ്വാനിക്കുമ്പോഴും ശുശ്രൂഷ ചെയ്യുമ്പോഴും കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സീനിയർ തലങ്ങളിലും എക്യൂണിക്കൽ തലങ്ങളിലും മഹാനവിയുടെ വിവിധ സഭകളൊക്കെയും ഓടി നടന്ന് വേല ചെയ്യുമ്പോൾ കർത്താവിന് കൃപയുണ്ടായി ഒന്ന് ബലപ്പെടുത്തണമേ, ശക്തിരിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്കായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഈ നോമ്പ് കാലഘട്ടം നമ്മിന്ന് ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിച്ചതുപോലെ നമ്മൾ തന്നെ ശോധന ചെയ്യാനും ലോകത്തോട് അനുരൂപരായിരിക്കാതെ ദൈവഹിതം എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് ആയതിലേക്ക് അടുത്തു പോരുന്ന ദിനങ്ങളായി മാറുവാൻ കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ തന്നെ ശോധന ചെയ്യുവാനും തിരുത്തിൽ വരുത്തേണ്ട ജീവിത സാഹചര്യങ്ങളിൽ തിരുത്തുവാനും പുതിയ വ്യക്തികളായി മാറുവാനും കർത്താവ് സഭയായി ഒരുങ്ങണമേ എന്ന് പ്രാർത്ഥിക്കാം. ചർച്ച് കമ്മിറ്റി
പ്രത്യാഴ്ച കുടുംബം, സംഘടനകൾ, അതിൻ്റെ ഭാരവാഹികൾ, വിവിധ പരിപാടി പ്രോഗ്രാമുകൾ എല്ലാവർക്കായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭാചരങ്ങളെ എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. മുതിർന്ന ആളുകൾ, മറ്റുള്ള സ്ത്രീ പുരുഷന്മാർ, യുവതി യുവാക്കന്മാർ, ബാലികമാർ, ചെറു കുഞ്ഞുങ്ങൾ ഏവരെയും കർത്താവ് അനുഗ്രഹിച്ച് ബലപ്പെടുത്തണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കഷ്ടപ്പെടുന്ന, ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കാം. ശാരീരികമായ ക്ഷീണം അനുഭവിക്കുന്ന ആളുകൾ, ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ, വിവാഹം സംബന്ധിച്ച് ആവശ്യിക്കുന്ന ആളുകൾ, സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ, പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ജോലിക്കാർ, കായികമായി അധ്വാനിക്കുന്ന മറ്റുള്ള ആളുകൾ, ബിസിനസ്സുകാർ, വാഹനം ഓടിക്കുന്ന പ്രിയപ്പെട്ടവർ, വീട്ടമ്മമാർ, വീട്ടുകാരന്മാർ തുടങ്ങിയ എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ നാളുകൾ ദൈവം അവരേവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്കൂളിനായും അധ്യാപകർക്കായും ബോയ്സ് ഹോസ്റ്റലിനായും ഗേൾസ് ഹോസ്റ്റലിനായും പ്രാർത്ഥിക്കാം. അവിടെ താമസിച്ച കുഞ്ഞുങ്ങളെയും മാടന്മാരെയും കർത്താവ് അനുഗ്രഹിച്ച് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. CSI സിനഡിനായിട്ട് പ്രാർത്ഥിക്കാം. മോഡറേറ്റർ, ഡെപ്യൂട്ടി മോഡറേറ്റർ, ചൈൽഡ് സെക്രട്ടറി, ട്രഷറർ, ബിഷപ്പന്മാർ, എല്ലാ ശുശ്രൂഷകരെയും കർത്താവ് ഈ നാളുകളിൽ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പൊതുസമൂഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഈ നോമ്പ് കാലഘട്ടം പൊതുസമൂഹത്തിൽ നമ്മൾ സാക്ഷ്യം അർപ്പിക്കാനുള്ള ദിനങ്ങളായി മാറുവാൻ കർത്താവെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സംസ്ഥാനത്തിനായിട്ടും ത്രിതല പഞ്ചായത്തിനായിട്ടും രാജ്യത്തിനായിട്ടും ലോകരാഷ്ട്രങ്ങൾക്കായും പ്രാർത്ഥിക്കാം. ഭരിക്കുന്നവരെയും ഭരിക്കപ്പെടുന്നവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഈ നോമ്പിൻ്റെ ആരംഭ ദിനത്തിൽ നമുക്ക് ഏവർക്കും ഒരുമിച്ച് വന്ന് ഇപ്രകാരം ദൈവത്തെ ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവവചനം സത്യയോട് കേൾക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. നമ്മെ തന്നെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ആരെങ്കിലും ഇപ്പോൾ ക്ഷീണത്തോടെ, ഭാരത്തോടെ, പരിഭ്രമത്തോടെ ഇരിക്കുന്നുവെങ്കിൽ നാഥ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ അനുഗ്രഹിച്ച് നല്ല ബലപ്പെടുത്തണമേ, ശക്തിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ പ്രതിഷ്ഠിക്കാം. കർത്താവെ, ലോകത്തിന് അനുരൂപരാകാതെ, ലോകത്തിൻ്റെ ഇച്ഛയ്ക്ക് അനുരൂപരാകാതെ ദൈവഹിതം എന്തെന്ന് ഓരോ ദിവസവും അടുത്തറിഞ്ഞുകൊണ്ട് കൂടുതൽ പ്രാർത്ഥിക്കുവാനും, കൂടുതൽ വചനം വായിക്കുവാനും, കൂടുതൽ ആരാധന പങ്കെടുക്കുവാനും, അപ്രകാരം വിനയത്തിൻ്റെയും വെളിപ്പടിയും ദാസന്മാരായി സേവനത്തിലും കർത്താവിൻ്റെ സാക്ഷ്യത്തിലും മുതിർന്നു വരുവാൻ നാഥ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏതാനും നിമിഷങ്ങൾ മൗനമായി നിയമത്തിന് സമർപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. താഴെ വരുന്ന ഓരോ പ്രാർത്ഥനയ്ക്ക് പിന്നാലെ കർത്താവേ ഞങ്ങളെ കേൾക്കണമേ എന്ന് പ്രത്യുത്തരമായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളെ കേൾക്കണമേ എന്ന്. ദൈവത്തിൻ്റെ കരവിരുതായ മനോഹരമായ ഈ പ്രപഞ്ചത്തിന് വേണ്ടിയും സകല ജീവജാലങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൽ നീതിയും സമാധാനവും സൗഹാർദ്ദവും വളരേണ്ടതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ഭരണകൂടങ്ങൾക്ക് വേണ്ടിയും രാജ്യങ്ങളെ നയിക്കുന്ന നേതാക്കൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ സേവനത്തിൽ വ്യാപൃതരായതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നീതി നിഷേധിക്കപ്പെട്ടവരെയും പാശുവൽക്കരിക്കപ്പെട്ടവരെയും ദരിദ്രരെയും ചൂഷിതരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കുഞ്ഞുങ്ങളെയും യൗവനക്കാരെയും മധ്യവയസ്കരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അനാഥരെയും വൈദഗ്ധ്യം അനുഭവിക്കുന്നവരെയും വാർദ്ധക്യത്തിന് ക്ഷീണതയിൽ കഴിയുന്നവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ രോഗികളെയും
അപകടത്തിൽപ്പെട്ട് കഷ്ടം അനുഭവിക്കുന്നവരെയും ശാരീരിക മാനസിക വ്യത്യസ്തമുള്ളവരെയും സാമ്പത്തിക ക്ഷീണം അനുഭവിക്കുന്നവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും സംഘടനകളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ക്രൈസ്തവ സഭകളെയും സഭാ മനുഷ്യന്മാരെയും എല്ലാ എക്യുമെനിക്കൽ പ്രവർത്തനങ്ങളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെയും എല്ലാ സംഘടനകളെയും സഭയുടെ ചുമതലക്കാരെയും ശുശ്രൂഷകരെയും എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവ സൃഷ്ടിയുടെയും പിതാവായ ദൈവമേ, ഞങ്ങളെ പ്രാർത്ഥനകളും അപേക്ഷകളും ശ്രദ്ധ വെച്ച് കേട്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ സന്നിധിയിലെന്നും നന്ദിയോടും വിശ്വസ്തയോടും കൂടെ കാണപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവസന്നിധിയിൽ താഴ്മയോടും ദൈവത്തോടുള്ള ബന്ധത്തിൽ പൂർണ്ണ അനുസരണത്തോടും സമ്പൂർണ്ണ സമർപ്പണത്തോടും കൂടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും എഴുതിരുന്നുകൊണ്ട് 328 ഗീതം ചേർന്ന് പാടാം. ഗീതം 328 ആ സമയത്ത് സ്വതന്ത്ര കാഴ്ച അർപ്പിക്കുകയും ചെയ്യാം. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവായ ദൈവമേ, ധ്വാനിക്കുവാനും വളരുവാനും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സാധ്യതകൾക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മുമ്പിലുള്ള അവസരങ്ങളും നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനന്തമായ സാധ്യതകളും താലന്തുകളും ക്രിയാത്മകമായി ഉപയോഗിപ്പാൻ ആവശ്യമായ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ സന്തോഷത്തോടെ സമർപ്പിച്ചിരിക്കുന്ന ഈ കാഴ്ചകളോടുകൂടെ ഞങ്ങളെയും സ്വീകരിക്കണമേ.
ദൈവരാജ്യ കെട്ടുപണിക്കായി ത്യാഗപൂർവ്വം പ്രവർത്തിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. കുട്ടികളെ മടക്കി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഇപ്രകാരം ഞങ്ങൾക്ക് ഈ ചാമ്പൽ ബുധനാഴ്ച നോമ്പാരംഭത്തിൽ അങ്ങയുടെ ആലയത്തിൽ വന്ന് അങ്ങ് ആരാധിപ്പാൻ, അങ്ങയുടെ മോത്തിമേറിയ വചനങ്ങളെ ധ്യാനിപ്പാനോട് ഭാഗ്യം തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഈ ലോകത്ത് ഞങ്ങളായിരിക്കുമ്പോൾ ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ, ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്കനുസരിച്ചല്ല, മോഹങ്ങൾക്കനുസരിച്ചല്ല, ഇഷ്ടങ്ങൾക്കനുസരിച്ചല്ല, അങ്ങയുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് അങ്ങയുടെ പ്രമാണിച്ച് ഈ ലോകത്ത് ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമേ. അതാവുന്നുള്ളൂ ഞങ്ങളിൽ നിന്ന് അങ്ങ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാവിധമായ ക്രമീകരണങ്ങളും അങ്ങ് ഞങ്ങൾക്ക് ചെയ്തിരിക്കുന്നല്ലോ. അങ്ങയുടെ മോത്തമേറിയ വചനങ്ങൾ ഞങ്ങളുടെ സ്വന്തം ഭാഷയിൽ അങ്ങ് എഴുതിച്ച് തന്നല്ലോ. അത് ദിനംതോറും വായിച്ച് അങ്ങയുടെ ഇഷ്ടം തിരിച്ചറിയുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. അതിനനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അതിനായി അവിടുത്തെ പരിശുദ്ധാത്മ ഞങ്ങൾക്ക് നൽകാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ. ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അങ്ങയുടെ ഹിതമനുസരിച്ച് നടപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണം. അതിനായി വചനം ഞങ്ങളുടെ ഉള്ളിലാക്കുവാൻ, കൽപ്പനകൾ ഞങ്ങളുടെ ഉള്ളിലാക്കുവാൻ, അങ്ങയുടെ പ്രമാണങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കാൻ ഞങ്ങൾ സഹായിക്കണം. അത് വായിച്ച് ധ്യാനിച്ച് ഹൃദയസ്ഥമാക്കുവാൻ കർത്താവെ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തും. പ്രത്യേകിച്ച് നോമ്പിൻ്റെ അവസരങ്ങളിൽ കർത്താവ് ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി പ്രത്യേകമായി സമയം വേർതിരിപ്പാൻ നിൻ്റെ മക്കൾക്ക് അങ്ങോട്ട് സഹായിക്കണം. സാധാരണ നിന്ന് അപ്പുറമായി വചനം വായിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിനും അവരെ ഇതിനെ പ്രാപ്തിപ്പെടുത്തുകയും ചെയ്യണമേ. അവരുടെ ദൈനംദിന ജോലി കാര്യങ്ങൾ ഏർപ്പെടുമ്പോൾ അതിലും കർത്താവെ ആ തിരക്കിൽപ്പെട്ട് അതിൻ്റെ അല്പസമയം അങ്ങയുടെ വചന ധ്യാനത്തിനും വായനയ്ക്കും പ്രാർത്ഥനയ്ക്കും വേണ്ടി മാറ്റുവാൻ അങ്ങോട്ട് അവരെ സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ നോമ്പിൻ്റെ അവസരങ്ങൾ അങ്ങയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കി തീർക്കുന്ന അവസരമാക്കി തീർക്കും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം താല്പര്യം ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. ഇന്ന് അവിടുത്തെ സന്നയിൽ കടന്നു വന്ന എല്ലാ മക്കളെയും പേരുപേരായി അവിടെ നിന്ന് അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരോരുത്തർ പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം പേരുപേരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. അവരുടെ പഠന കാര്യങ്ങളിൽ കൂടിയിരിക്കണം പ്രാർത്ഥിക്കും. പഠിപ്പാടം നല്ല ബുദ്ധി കൊടുക്കണം, ജ്ഞാനം കൊടുക്കണം, ശ്രദ്ധ കൊടുക്കണം. അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളെ അനുഗ്രഹിക്കണം. പഠിപ്പിക്കുന്ന അധ്യാപകരെയും മറ്റു പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. അവർ അങ്ങേക്കും സഭയ്ക്കും സമൂഹത്തിനും രാജ്യത്തിനും കൊള്ളാവുന്ന നല്ല പൗരന്മാരാക്കി അവരെ രൂപപ്പെടുത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദർശനം അവർക്ക് നൽകണമേ. അങ്ങനെ വിശ്വാസത്തിൽ കർത്താവെ വർദ്ധിച്ചുവരുവാനും അവരെ പ്രാപ്തരാക്കണം. അനുഗ്രഹിക്കണം, കൃപ ചെയ്യണം, മഹത്വം മാത്രം എടുക്കണമേ. യേശുനാഥ് പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങളുടെ കാലം ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിലേക്ക് കർത്താവേ ദൃഷ്ടി പിടിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ആശീർവാദം നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും പ്രിയമുള്ളവരെ നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച സകല കാര്യങ്ങളോടും പ്രത്യേകിച്ച് ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്ന നോമ്പിൻ്റെ എല്ലാ ആരാധനകളോടും പ്രാർത്ഥനകളോടും കൂടി ഇന്നു ഒന്നിലേക്ക് ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഈ ആരാധനയ്ക്ക് ക്ഷണിക്കുകയും ചെയ്ത അത്രയും സ്നേഹമുള്ള നമ്മുടെ വികാരി അച്ഛൻ മാക്സിൻ ജോൺ അച്ഛനും സഭയ്ക്കും എല്ലാവർക്കും പ്രത്യേകമായുള്ള നന്ദി സ്നേഹ സമയത്ത് അറിയിക്കട്ടെ. പറഞ്ഞ നല്ല വാക്കുകൾക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അച്ഛൻ പറയുന്ന പോലെ എനിക്ക് പറയാൻ അറിയത്തില്ല. നമ്മളെല്ലാവരും അറിയുന്ന പോലെ നമ്മുടെ ഈ ഇടവേള ചുമതലയും അതുപോലെ തന്നെ വിവിധങ്ങളായ ചുമതലകളും ഈ കാലഘട്ടങ്ങളിൽ ഭഗവാനുള്ള നമ്മുടെ വികാരി അച്ഛൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഡയസൻ എൻ്റെ വിവിധ ചുമതലകളുണ്ട്. അതോടൊപ്പം പാർട്ണർഷിപ്പിൻ്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നു. ബിഷപ്പ് ഓഫീസിലെ സെക്രട്ടറിയായിട്ടും കൂടെ ചാപ്ലിനായിട്ടും കൂടെ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം ഈ കാലഘട്ടങ്ങളിൽ അനേകം മഹാടകളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കമ്മിറ്റികളിൽ ഒബ്സർവർമാരായിട്ടും കമ്മിറ്റി അംഗങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ആയിട്ടും പല രീതിയിൽ അച്ഛൻ ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്നു. ഏറ്റവും അവസാനമല്ല, ഇനി ഏതാണ്ട് 1-2 കൂടെ ഉണ്ട്. സൗത്ത് കേരളയുടെ ഇലക്ഷൻ സംബന്ധമായ കാര്യങ്ങളിൽ അച്ഛൻ
നമുക്കറിയാവുന്ന പോലെ പങ്കെടുത്തിരുന്ന ആദ്യ സമയം തൊട്ട് വളരെ അനുഗ്രഹമായി ആ ഇലക്ഷൻ ബിഷപ്പ് പാനൽ ഇലക്ഷൻ കഴിഞ്ഞു. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റി. പ്രത്യേകിച്ച് അച്ഛന് നമ്മളെല്ലാവരുടെയും പേരുള്ള നന്ദി സ്നേഹ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. കൂടുതലായിട്ട് അദ്ദേഹത്തെ ദൈവം ശക്തിയിരിക്കും ബലപ്പെടുത്തിച്ച് ചെയ്യട്ടെ. കൊച്ചമ്മയ്ക്കും മക്കൾക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. സഭയുടെ ചുമതലക്കാരായ കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, പ്രിയപ്പെട്ട കപ്പയാരച്ചൻ, സെക്രട്ടറി, പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള നോമ്പ് ആശംസകളെല്ലാം നേരിടുന്ന ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ കടന്നു വന്നതിന് അവരെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. നിങ്ങൾ എല്ലാ ദിവസവും പരീക്ഷയ്ക്ക് അടുത്ത് വരികയാണ്. എല്ലാ ദിവസവും പരീക്ഷ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ ദിവസവും വേദദിവസം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. നിങ്ങളുടെ ആവശ്യം ദൈവത്തോട് പറയുക. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ല. ദൈവം നിങ്ങളെ ഇന്ന് കടന്നു വന്നതിന് പ്രത്യേകിച്ച് നിങ്ങളെ അഭിനന്ദിക്കുന്നു. ദൈവം അത് ഇവിടെ വരുന്നതും പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. ഇന്നത്തെ നോമ്പിൻ്റെ പ്രാരംഭ ദിനമായിട്ടുള്ള ചാമ്പ്യൻ ബുധനാഴ്ച ആരാധന പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശിഷ്യ നമുക്ക് വളരെ ഭാഗ്യമാണ്. അഭിവന്യ നമ്മൾ CSI സഭയുടെ ഡെപ്യൂട്ടി മോഡറേറ്ററായിട്ട് ഉയർത്തപ്പെട്ട അഭിവന്യ റൈറ്റ് റവർ VS ഫ്രാൻസിസ് തിരുമേനിയെ തന്നെ നമുക്ക് ഇന്ന് ലഭിച്ചത് ഏറ്റവും അനുഗ്രഹമാണ്. നമ്മെ സംബന്ധിച്ച് അത് വളരെ ഭാഗ്യമാണ്. ഈ ദിവസങ്ങളൊക്കെയും ദീർഘ യാത്രകൾ, വിവിധ പ്രോഗ്രാമുകളൊക്കെ തിരുമേനി ആയിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസമാണ് സേലം ഈറോഡ് മഹാനഗരിയിലെ ബിഷപ്പിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് തിരുമേനി തിരിച്ചെത്തിയത്. ഒട്ടും മണി കൂടാതെ ഈ ദിവസം കടന്നു വന്നു നമ്മെ അനുഗ്രഹിച്ചു. അപ്പോൾ തിരുമേനി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്ക് ഏവർക്കും അഭിമാനകരമാണ് തിരുമേനിയുടെ പുതിയ സ്ഥാന ലബ്ധി. നാം സഭയായിട്ട് മാർച്ച് മാസം 8-ാം തീയതി ഞായറാഴ്ച തിരുമേനിക്ക് കൊച്ചുമയ്ക്കും പ്രത്യേക സ്വീകരണം നൽകുന്നുണ്ട്. തിരുമേനി ഏറ്റു തന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ സംസാരിക്കാനും പറയാനും നന്ദി പറയാനും അവസരമുണ്ടല്ലോ. അതുകൊണ്ട് ആ ദിവസത്തേക്ക് ഞാൻ ആ വാക്കുകൾ കാസൂക്ഷിക്കുകയാണ്. നമുക്ക് ഏവർക്കും തിരുമേനി അനുമോദിക്കാൻ, കൊച്ചുമയെ അനുമോദിക്കുവാനുള്ള അവസരമുണ്ടല്ലോ. ഇന്ന് കടന്നു വന്ന് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വളരെ അർത്ഥവത്തായ വചനം നൽകി നമ്മെ ധന്യമാക്കിയ അപ്പോൾ തിരുമേനിക്ക് സഭയുടെ നന്ദി സ്നേഹവും ഈ സമയത്ത് വളരെ സ്നേഹത്തോടെ അർപ്പിക്കുന്നു. തിരുമേനിയുടെ കൊച്ചുമയുടെ സ്വന്തം പള്ളിയാണിത്. എപ്പോഴും ഇങ്ങോട്ട് ഏത് സമയത്തും ഒരു അറിയിപ്പില്ല വരാൻ സാധിക്കുമല്ലോ. ഈ പള്ളി മാത്രം ഏത് പള്ളിയിലും അങ്ങനെ പോകാൻ സാധിക്കുമല്ല. ബിഷപ്പ് സൗസിൻ്റെ ഏറ്റവും അടുത്തുള്ള പള്ളി എന്ന നിലയിൽ തിരുമേനിയും കൊച്ചുമയുടെ സ്വന്തം പള്ളി കൂടിയാണ്. അതുകൊണ്ട് അഭിനന്ദിയ തിരുമേനിയും കൊച്ചുമയും ഞങ്ങൾ വളരെ ഊഷ്മളമായ സ്നേഹത്തോടു കൂടെ നോയമ്പിലെ എല്ലാ ആരാധനകളിലേക്കും വളരെ സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്ത് ക്ഷണിക്കുന്നു. തിരുമേനിയും കൊച്ചുമയും വഴി ഞങ്ങൾക്കൊക്കെ വളരെ ആശീർവാദവും അനുഗ്രഹവുമാണ്. ഇനിയും വന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. മഹാനഗരിയുടെ സി സെക്രട്ടറി പ്രസിഡൻ്റായിട്ട് ഈ നാളുകളിൽ വളരെ സുദൃഢമായിട്ട് കൊച്ചമ്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആസന്നമായിട്ടുള്ള ദിവസങ്ങളിൽ റീജിയണൽ കലാമേള നമ്മുടെ മഹാനഗരിക്ക് നടത്തപ്പെടുകയാണ്. സി സെക്രട്ടറിൻ്റെ അതിന് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ഡാർലി ഫ്രാൻസിസ് കൊച്ചുമ്മയാകുന്നു. അതിലെല്ലാ കാര്യങ്ങളും കൊച്ചമ്മ മുന്നേ തന്നെ അതിൻ്റെ ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ ഹെൻറി കോളേജ് ആയിരിക്കും അതിൻ്റെ വെന്യൂ. അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനവും കൊച്ചമ്മ ഉടനെ അത് ബുക്ക് ചെയ്യുകയും എല്ലാ കാര്യങ്ങളിലും വളരെ അഡ്വാൻസ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനഗരിക്ക് അഭിമാനമാണ് കൊച്ചമ്മ പ്രവർത്തനങ്ങളും കൊച്ചമ്മയുടെ ആദ്യത്തെ സൽക്കാരവും സ്നേഹവും ഒക്കെ. തീർച്ചയായിട്ടും കൊച്ചമ്മയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കുകയും ഈ ആരാധന വന്നതിന് നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഗായത്രി വന്നത് ഏറ്റവും അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ഓർമ്മ വായിക്കാൻ അന്യമുണ്ടായിരുന്നു. അതുപോലെ പ്രിയപ്പെട്ട പാട്ടുകൾ പാടാനായിട്ട് പ്രിയപ്പെട്ട മക്കൾ നമ്മളൊപ്പം ഉണ്ട്. രാജ് സാറ്, അതുപോലെ അലക്സ് സാർ, അതുപോലെ കുഞ്ഞുങ്ങൾ ജയമോള്, അലിൻ്റെ ഒക്കെ നമ്മൾ മധ്യത്തിലുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഈ ചാന്ദ്രപുരം ഇത്രയും പേര് വരുന്നത്, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓർഗനും വരുന്നത്. എനിക്ക് തോന്നുന്നു അത് തിരുമേനിയും കൊച്ചമ്മയും വന്നതിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. എന്നും തിരുമേനി കൊച്ചമ്മ വന്നായിരുന്നെങ്കിൽ നമുക്ക് കുറേ കൂടെ സന്തോഷമായിരുന്നു ഞാൻ ചിന്തിച്ചു പോകുന്നു. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജെറമോസ് നമ്മുടെ മധ്യത്തിലുണ്ട്. ജെറമോസിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. സ്വന്തം സഹോദരനാണ്. ഏത് കാര്യങ്ങളിലും എപ്പോഴും ഓടി വന്ന് എല്ലാ കാര്യങ്ങളിലും ജെറമോസ് ഒരു മടിയും കൂടാതെ ഏത് പള്ളിയിൽ പോയാലും ആ പള്ളിക്കാരനായി മാറിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് അത് നിർവഹിക്കുന്നു. ജെറമോസ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് എല്ലാ മാതാപിതാക്കന്മാരെയും ഓർത്ത് പ്രത്യേകം നന്ദി പറയുന്നു. കമ്മിറ്റി അംഗങ്ങൾ, കൈക്കാരന്മാർ, അതുപോലെ കമ്മിറ്റി അംഗങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ബോയ്സ് ഹോസ്റ്റലിലും ഗേൾസ് ഹോസ്റ്റലിലും കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്.
വാർഡന്മാർ വന്നിട്ടുണ്ട്. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. എവർക്കും നന്ദി സ്നേഹവും സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഈ വരുന്ന വെള്ളിയാഴ്ച വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ നോമ്പിൽ പ്രത്യേക പ്രാർത്ഥന പള്ളിയിൽ വെച്ചുകൊണ്ടായിരിക്കും. എല്ലാവരും അതിൽ സംബന്ധിക്കുവാനായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയാണ്. 10 പ്രാർത്ഥന വരെയുള്ള എല്ലാ ബുധനാഴ്ചകളിലും എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ പള്ളിയിൽ നോമ്പിൽ പ്രത്യേക ആരാധന ഉണ്ടായിരിക്കും. എല്ലാവരും സംബന്ധിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ഓർമ്മിക്കുന്നു. ബീക്കൺ ത്രൂ നമുക്കതിൻ്റെ അറിയിപ്പുകളൊക്കെ നൽകും. അപ്പോൾ ദയവായി ശ്രദ്ധിച്ച് കടന്നു വരുവാനായിട്ട് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്ത ഞായറാഴ്ച നമ്മുടെ പള്ളിയിൽ പിടിയേരി സ്തോത്ര സമർപ്പണം ഉണ്ടായിരിക്കുന്ന കാര്യം പ്രത്യേകിച്ച് ഓർമ്മിക്കുകയാണ്. എല്ലാവരും പിടിയേരി സമർപ്പണത്തിനായിട്ട് ഒരുങ്ങി വരുവാനായിട്ട് പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. അടുത്ത ഞായറാഴ്ച സൺഡേ സ്കൂളിൻ്റെ വാർഷികം കൊണ്ടാടുന്നു. ദയവായി എല്ലാ കുഞ്ഞുങ്ങളും അധ്യാപകരും മറ്റ് മാതാപിതാക്കളും ഒക്കെ ആ വാർഷികത്തിൽ പങ്കെടുക്കുവാനും അത് ഏറ്റവും അനുഗ്രഹമാക്കി മാറ്റുവാനും പ്രത്യേകിച്ച് ഓർമ്മിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വീണ്ടും സന്തോഷമുള്ള ഒരു ദിനം ആശംസിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. നമുക്ക് ഏവർക്കും എഴുന്നേൽക്കുകൊണ്ട് ക്രിസ്തീയ ഗീതം 13 ചേർന്ന് പാടാം. ഗീതം 13. ഈ പ്രഭാതത്തിൽ നോക്കി അങ്ങോട്ട് പ്രാർത്ഥിക്കുവാൻ സാന്നിധ്യം അനുഭവിച്ച് അല്പസമയം ഞങ്ങളുടെ സന്നിധിയിലായിരിക്കാൻ അങ്ങോട്ട് ഭാഗ്യം തന്ന കൃപയ്ക്കായ സ്തോത്രം. അങ്ങയുടെ സന്നിധിയിൽ വന്ന പ്രിയമക്കളെ പേരുപേരായി അവിടുന്ന് അനുഗ്രഹിക്കണം. അങ്ങയുടെ ആലയത്തിൽ വരുന്നതും അങ്ങോട് പ്രാർത്ഥിക്കുന്നതും അങ്ങയെ സ്തുതിക്കുന്നതും അങ്ങയുടെ വചനം ധ്യാനിക്കുന്നതെല്ലാം അവിടുത്തെ മക്കൾക്ക് അതേറ്റവും അനുഗ്രഹമായിരിക്കാൻ കൃപ ചെയ്യണം. കർത്താവെ, അത് ഈ ലോകത്തോട് അനുരൂപപ്പെടുന്നതിന് ഞങ്ങളെ തടയുവാൻ പ്രാപ്തിപ്പെടുത്തണമെന്നും പ്രാർത്ഥിക്കും. ഈ ലോകത്തിന് അനുരൂപപ്പെടാതിരിക്കാൻ ഉള്ള ശക്തികൾ അതിന് അവസരമാക്കി അതിനെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നോമ്പിൻ്റെ അവസരങ്ങളിൽ വചനം വായിപ്പാൻ നിന്റെ മക്കളെ സഹായിക്കണം, പ്രാർത്ഥിപ്പാൻ സഹായിക്കണം, ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുവാൻ സഹായിക്കണം. ആ ഒരു പുതുശക്തി കർത്താവെ തുറന്നുള്ള ഞങ്ങളുടെ ആയുസ്സിൽ അത് ഏറ്റവും പ്രയോജനമായി തീരുവാനും ഒടുക്കം ഞങ്ങൾ ഞങ്ങളുടെ സന്നിധിയിൽ വന്നു ചേരുവാനും ഞങ്ങൾ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. ഇപ്പം ഞങ്ങളെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കണം. ബഹുത്വം മാത്രം എടുക്കണമേ. യേശു മാത്രം പ്രാർത്ഥിക്കുന്നു. ഉദയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.